യേശുവിൽ ഏറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. പ്രത്യേകിച്ച് ഇന്നും ധ്യാനിക്കാൻ പോകുന്നു, പ്രാർത്ഥിക്കാൻ പോകുന്നു. ദൈവം എങ്ങനെ എന്നോടൊപ്പം നടന്ന് എൻ്റെ ജീവിതത്തിൽ എല്ലാ പാതകളിലൂടെ എങ്ങനെ നയിക്കുമെന്ന് ധ്യാനിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പോൾ വഴി തെളിയിച്ചു തരുന്ന കർത്താവിനെയാണ് നമ്മളൊന്ന് ധ്യാനിക്കുന്നു, പ്രാർത്ഥിക്കുന്നത്. സുഭാഷിതങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 6-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, നിൻ്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെ ആകുമ്പോൾ അവിടുന്ന് നിനക്ക് വഴി തെളിയിച്ചു തരും. പ്രൈസ് ദി ലോർഡ്. നിനക്ക് നിൻ്റെ വഴികളിൽ പ്രകാശമായി, അതിലപ്പുറമായിട്ടും നീ പോകേണ്ട വഴികൾ ഇതിലൂടെ പോകൂ മകനെ മകളെ എന്ന് പറയുവാൻ ദൈവം നിന്നെ അനുഗ്രഹിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. എന്താ കാര്യം എന്നറിയാമോ? അതെന്ത് ചെയ്യണം? എൻ്റെ എല്ലാ പ്രവൃത്തികളും ദൈവ വിചാരത്തോടെ ആകണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ എല്ലാ വഴികളും ദൈവത്തെ അംഗീകരിക്കണം. അങ്ങനെ ഞാൻ എൻ്റെ വഴിയിൽ ദൈവത്തെ അംഗീകരിക്കുമ്പോൾ അവൻ നമ്മുടെ പാതകൾ, വഴികൾ നേരെയാക്കും. ഒപ്പം തന്നെ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും ദൈവ സാന്നിധ്യം തിരിച്ചറിയുവാനും അംഗീകരിക്കുവാനും നമുക്ക് സാധിക്കുകയും ചെയ്യണം. അങ്ങനെ നാം അംഗീകരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ സാധിക്കുമ്പോൾ നാം ശരിയായ പാതയിലൂടെയാണ് നയിക്കുന്നത് എന്ന ഉറച്ച ബോധ്യം നമുക്ക് കിട്ടുകയും ചെയ്യും. നമ്മുടെ ജീവിതത്തിൽ യേശുവിനെ അംഗീകരിക്കണം. ഈ അംഗീകരിക്കുക എന്ന് പറയുമ്പോൾ ഒരു നിഷ്ക്രിയമായി ദൈവത്തിൽ വിശ്വസിക്കുകയല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പങ്ക് സജീവമായി നാം തിരിച്ചറിയണം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ദൈവം നയിക്കുന്നു, ആ ദൈവത്തിൻ്റെ പങ്ക് നമ്മൾ തിരിച്ചറിയണം. ഒപ്പം തന്നെ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും ചെറുതാകാം വലുതാകാം, ആ അവസ്ഥയിൽ നാം എടുക്കുന്ന തീരുമാനത്തിൽ ദൈവത്തെ അംഗീകരിക്കണം. അതായത് എൻ്റെ എല്ലാ വഴികളിലും ഞാൻ നടക്കേണ്ട വഴികൾ തിരഞ്ഞെടുക്കുന്നത് ദൈവത്തോടു കൂടിയാകണം. അത് ദൈവത്തിൻ്റെ തീരുമാനം അവിടെ ഉണ്ടാകണം. ദൈവത്തെ വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നതിലൂടെ ദൈവം നമ്മെ ശരിയായ ദിശയിലേക്ക് നയിക്കുകയും, ശരിയായ ദിശയിലേക്ക് നയിക്കുക മാത്രമല്ല, നമ്മുടെ ദിശയിൽ, നമ്മുടെ പാതയിൽ, നമ്മുടെ വഴികളിൽ എന്തെല്ലാം തടസ്സങ്ങളുണ്ടോ അതെല്ലാം നീക്കി നമ്മെ അനുഗ്രഹിക്കും. ബൈബിളിലൊക്കെ അനേക വിശുദ്ധാത്മാക്കളുടെ ജീവിതം, അല്ലെങ്കിൽ രാജാക്കന്മാരുടെ ജീവിതം, പ്രവാചകന്മാരുടെ ജീവിതം, അവർ ദൈവം നയിച്ച വഴിയിലൂടെ മാത്രമേ നടന്നുള്ളൂ. ഒത്തിരി പ്രതിസന്ധികൾ അവർക്ക് ഉണ്ടായില്ലേ? മോശ, ജോഷുവ, അബ്രഹാം. അപ്പം എന്ത് ചെയ്തു? ദൈവം തന്നെ മുൻകൈ എടുത്ത് തടസ്സങ്ങൾ മാറ്റി. അപ്പോൾ ദൈവത്തിൻ്റെ വഴിയിലൂടെ, ദൈവം പറഞ്ഞ വഴിയിലൂടെ നാം നടക്കുമ്പോൾ എന്നോ തടസ്സം വന്നാലും കർത്താവ് മാറ്റി വഴി സുഗമമായിരിക്കും. സുഗമമാക്കി കർത്താവ് തരുകയും ചെയ്യും. പ്രിയമുള്ളവരെ, മറക്കരുത്, ജീവിതത്തിൻ്റെ ചെറുതോ വലുതോ ഏതുമായിക്കൊള്ളട്ടെ, എല്ലാ സാഹചര്യങ്ങളും ദൈവത്തോട് ആലോചന ചോദിക്കുകയും ദൈവം ആഗ്രഹിക്കുന്ന വഴിയുടെ മാത്രം നടക്കുകയും ചെയ്യുമ്പോൾ ലക്ഷ്യസ്ഥാനത്ത് എത്തുവാൻ എല്ലാ തടസ്സവും കർത്താവ് മാറ്റുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഈ പ്രഭാതത്തിൽ അച്ഛൻ പങ്കുവെച്ച് മറ്റൊന്നുമല്ല, വഴി തെളിയിച്ച് കർത്താവ് നമുക്ക് തരും. നമ്മളെങ്ങനെ മുന്നോട്ട് പോകുന്ന കർത്താവ് വ്യക്തമായി കാണിച്ചു തരും. ഒന്ന് മാത്രം ദൈവം ആഗ്രഹിക്കുന്നുള്ളൂ, എൻ്റെ എല്ലാ പ്രവൃത്തികളും ദൈവ വിചാരത്തോടെ ആകട്ടെ. ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ദൈവ ചിന്തകളാകട്ടെ. ദൈവം നമ്മെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ ദിവസത്തെ ഓർത്ത് നന്ദി പറയുന്നു.
നിന്നെക്കുറിച്ച് ചിന്ത മാത്രമായി ചെറുതും വലുതുമായ ഏത് കാര്യങ്ങളിലും നിന്നോട് ആലോചന ചോദിച്ച് തീരുമാനമെടുത്ത് മുന്നേറി ജീവിക്കുവാൻ കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിൻ്റെ വാഗ്ദാനം ഞങ്ങൾ ഓർക്കുന്നു. നീ ഞങ്ങളെ വഴിതെളിച്ച് നയിക്കുന്ന കർത്താവാണല്ലോ. ഈ മക്കളെല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവായ ശമിശാകൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.